ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മുടെ SBI ക്ലർക്കിൻ്റെ 20-21 ദിവസങ്ങളിലെ എക്സാം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? എക്സാമിൻ്റെ ലെവലും മനസ്സിലായി. നമ്മൾ ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്തു. ഞാൻ ഓൾറെഡി നിങ്ങളോട് അരിത്തമെറ്റിക് സീരീസിൻ്റെ എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. IBPS PO SBI POയുടെ അതേ ഒരു പാറ്റേൺ ആയിരിക്കും SBI ക്ലർക്ക്. എന്ത് പാറ്റേണാ? QA ടഫായിരുന്നു. ആ രണ്ട് എക്സാമിന് നിങ്ങൾ നോക്കിക്കേ, QA വളരെ ടഫായിരുന്നു. പക്ഷേ റീസണിങ്ങും ഇംഗ്ലീഷും നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അതേ ഒരു സീരീസ് അല്ലെങ്കിൽ അതേ ഒരു പാറ്റേൺ തന്നല്ലേ SBI ക്ലർക്കിന് കണ്ടത്. ഇംഗ്ലീഷും റീസണിങ്ങും വളരെ ഈസി ആയിരുന്നു, പക്ഷേ QA വളരെ ടഫായിരുന്നു. അതിൽ തന്നെ ക്വസ്റ്റ്യൻ്റെ ആ ഒരു പാറ്റേൺ DI ചില ക്വസ്റ്റ്യൻസിൽ 3 ക്വസ്റ്റ്യനുള്ള DIs വന്നിട്ടുണ്ട്, 6 ക്വസ്റ്റ്യനുള്ള DIs വന്നിട്ടുണ്ട്. അത് സബ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഡേറ്റ സഫിഷ്യൻസി വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സിംപ്ലിഫിക്കേഷൻ്റെ എണ്ണം, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 10 എണ്ണമായിട്ട് മാറി. അതൊക്കെ നിങ്ങൾ നോക്കിയില്ലേ? അതുപോലെ തന്നെ നമ്മുടെ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ്, വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സീരീസിൽ, അരിത്തമെറ്റിക് സീരീസിൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞതാണ്, പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. അത് കറക്റ്റായിട്ട് തന്നെ നടന്നു. സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കണം? നമുക്കിനി നമ്മുടെ മുന്നിൽ IBPS ക്ലർക്ക് എക്സാംസ് വന്നിട്ടുണ്ട് അല്ലേ? എല്ലാവരും അഡ്മിറ്റ് കാർഡ് നോക്കിയോ? 4, 5, 8 ഈ ദിവസങ്ങളിലായിരിക്കും എക്സാംസ്. അതിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ ലിങ്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങളത് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യണം. അത് മാത്രമല്ല, എക്സാമിൻ്റെ ഡേറ്റ്, എക്സാം ടൈം, അതായത് ഷിഫ്റ്റ് ടൈം നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് അതിനു വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ഒരുപാട് വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ, ഞാനത് സ്ട്രെസ് ചെയ്ത് തന്നെ പറയുകയാണ്, വളരെ ഈസി ക്വസ്റ്റ്യൻസ് ഇട്ട് ഒരിക്കലും അല്ല ഞാൻ ചെയ്യിപ്പിക്കുന്നത്. വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ബെസ്റ്റ് അപ്രോച്ച് മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇന്ന് ഈ കഴിഞ്ഞ 2 ഷിഫ്റ്റുകൾ അല്ലെങ്കിൽ 2 ഡേയ്സിലെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ തന്നെ വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരുപാട് കളക്ഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്തു നോക്കണം. കാര്യം 27-ാം തീയതി ഒരു ഷിഫ്റ്റും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡേയും കൂടെ ഉണ്ട് നമ്മുടെ SBI ക്ലർക്കിന്. ഇനി IBPS ക്ലർക്കിനും ഇതേ പാറ്റേൺ ആയിരിക്കും. സോ നമുക്ക് അതും ടാക്കിൾ ചെയ്യണം, അതിനെയും ഫേസ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസ് ഇനി അങ്ങോട്ട് തുടർന്ന് എല്ലാ ദിവസങ്ങളും ഉണ്ടായിരിക്കും. RRB ക്ലർക്ക്, RRB PO ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക്. അത് മാത്രമാണോ? ഇനി SBI ക്ലർക്കിൻ്റെ മെയിൻസ് വരുന്നു, IBPS ക്ലർക്കിൻ്റെ മെയിൻസ് വരുന്നു. അപ്പോൾ ഇതിനെല്ലാത്തിനും ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം റെഗുലറായിട്ട് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോ, നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കിക്കോ. അപ്പോൾ ഇത് നമ്മുടെ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ്റെ ഒരു വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ SBI ക്ലർക്കിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചേ. എ വെസൽ കണ്ടെയ്ൻ 150 liters ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 3:2 അല്ലേ? വെസലിനകത്ത് നമുക്ക് മിൽക്കും വാട്ടറും ഉണ്ട്, അതിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 3:2. ഇഫ് X liter ഓഫ് മിൽക്ക് ആൻഡ് X - 10 liter ഓഫ് വാട്ടർ ആർ ആഡഡ് ടു ദി മിക്സ്ചർ, ദ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ ബിക്കം 4:3. ഫൈൻഡ് ദ വാല്യൂ ഓഫ് X + 5. സോ നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ ക്വാണ്ടിറ്റി. ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 150 ലിറ്റർ അല്ലെ ടോട്ടൽ ക്വാണ്ടിറ്റി തന്നിരിക്കുന്നത്. ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. അതിൽ തന്നെ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 3:2 എന്ന് നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്, 3:2 എന്ന് റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ റേഷ്യോയിൽ ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര? നിങ്ങൾ പറഞ്ഞേ 5 യൂണിറ്റ് അല്ലേ? 3 + 2 5 യൂണിറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ടോട്ടൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇവിടെ എത്ര തന്നിരിക്കുന്നേ? 150 അല്ലേ? അപ്പോൾ ഈ 5 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അല്ലേ 150 എന്ന് പറഞ്ഞാൽ എത്ര ടൈംസാ? 30 ടൈംസ് അല്ലേ? 30 × 5 എത്ര? 150 അല്ലേ? അങ്ങനെയെങ്കിൽ മിൽക്ക് എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ ഇൻറ്റു 30 ചെയ്താൽ പോരെ? എത്ര കിട്ടും? 90 ലിറ്റർ ഇനിഷ്യൽ മിൽക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു 150യിൽ എത്ര ക്വാണ്ടിറ്റി മിൽക്ക് ഉണ്ടായിരുന്നു? 90 ലിറ്റർ മിൽക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എത്ര ക്വാണ്ടിറ്റി വാട്ടർ ഉണ്ടായിരുന്നു? അതിന് ഇൻറ്റു 30 ചെയ്താൽ പോരെ? എത്ര വരും? 60 ലിറ്റർ ഓഫ് വാട്ടർ ഇനിഷ്യൽ ക്വാണ്ടിറ്റി. അല്ലെങ്കിൽ ആ ഒരു മിക്സ്ചറിൽ വാട്ടറിന്റെ ക്വാണ്ടിറ്റി എത്ര ആയിരുന്നു? 60 ലിറ്റർ ഉണ്ടായിരുന്നു. ഇനി നമ്മളോട് പറയുകയാണ്, ഈ ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്കിന്റെ കൂടെ എത്ര ക്വാണ്ടിറ്റി എക്സ്ട്രാ മിൽക്ക് ആഡ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? ഇനിഷ്യൽ 90 ലിറ്റർ മിൽക്ക് ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഒരു X ലിറ്റർ ഓഫ് മിൽക്കും കൂടെ ആഡ് ചെയ്തു. അതുപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റി വാട്ടർ ഉണ്ടായിരുന്നു? ഇനിഷ്യലി 60 ലിറ്റർ വാട്ടർ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ X - 10 ലിറ്റർ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫൈനൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എത്ര തന്നിരിക്കുന്നേ? 4:3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഫൈനൽ ക്വാണ്ടിറ്റി ഓഫ് റേഷ്യോ മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും അതേ റേഷ്യോയിൽ തന്നെയാണോ എന്ന് ശ്രദ്ധിക്കണം, അതേ ഓർഡറിൽ തന്നെയാണോ ശ്രദ്ധിക്കണം. അവിടെ തിരിച്ചു തരാം, വാട്ടർ മിൽക്കിൻ്റെ റേഷ്യോ ആയിട്ട് തരാം. അപ്പോൾ നമ്മൾ ആ ഒരു വെപ്രാളം കൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു റേഷ്യോ അതുപോലെ എടുത്ത് തെറ്റിക്കും. അപ്പോൾ ആ ഒരു ആൻസറും ഫസ്റ്റ് ഓപ്ഷനിൽ കാണും, നമ്മൾ സന്തോഷപൂർവ്വം മാർക്ക് ചെയ്യും, ആൻസർ തെറ്റും. അങ്ങനെ ചെയ്യരുത്. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. എത്ര വരും? 270 +
3x ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ 60 മൈനസ് 10 ഇല്ലേ എത്ര, 50 വരത്തില്ലേ, 50 ഇൻറ്റു 4 എത്ര വരും, 200 വരത്തില്ലേ, അപ്പൊ 200 പ്ലസ് ഒരു എക്സ് ബാക്കിയില്ലേ 4x എന്ന് വരത്തില്ലേ, അങ്ങനെയെങ്കിൽ ഈ എക്സിനെ അപ്പുറം കൊണ്ടുപോയാൽ എത്ര വരും, എക്സ് എന്ന് വരത്തില്ലേ, 4x മൈനസ് 3x എത്ര, എക്സ്. ഇനി 270 ഈ 200 ഇപ്പുറം വരുമ്പോൾ എത്ര വരും, 70 എന്ന് വരും. സോ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി, എക്സിന്റെ വാല്യൂ 70 എന്ന് കിട്ടി. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x+5 ആണ്. സോ x+5ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരണം, 70 + 5 ദാറ്റ് ഈസ് 75 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഏതാ ഓപ്ഷൻ, ഓപ്ഷൻ 4th ഓപ്ഷൻ ആയിട്ടുള്ള 75 ആയിരിക്കും നമ്മുടെ ആൻസർ. കണ്ടല്ലോ എങ്ങനെയാ ചെയ്യുന്നതിന്റെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, ഇവിടെ വേരിയബിൾ ഉണ്ട്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം, പക്ഷെ അതിനെക്കാട്ടിലും ബെസ്റ്റ് അപ്രോച്ച് തന്നെയാണ് ഞാൻ തന്നിരിക്കുന്നത്. കാര്യം ഓപ്ഷൻ അത്രയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റേഷ്യോ ആയിട്ട് മാച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം സമയം എടുക്കും. സോ ആ ഒരു നമുക്ക് വേണമെങ്കിൽ ഇത് ഓപ്ഷൻ എലിമിനേഷനിലൂടെ കണ്ടുപിടിക്കാം, അതിലൊരു പ്രശ്നമില്ല. കാര്യം എവിടെ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നോക്കിക്കോ. ഈ ഒരു പാർട്ട് വരെ നമ്മൾ എത്തിക്കണം, അത് കമ്പൽസറി ആയിട്ട് എത്തിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് കിട്ടുന്ന റേഷ്യോ 4/3 ആണെന്ന് ചെക്ക് ചെയ്യുക. ആ ഒരു മെത്തേഡാണ് ഓപ്ഷൻ എലിമിനേഷൻ അല്ല, ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഏറ്റവും നമുക്ക് അതിന്റെ കൺസെപ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേഷൻ സ്പീഡ് ഇംപ്രൂവ് ആക്കുക, അതാണ് ഇവിടുത്തെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഒരു വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് കാണുമ്പം വളരെ ടഫായിട്ട് തോന്നുമെങ്കിലും ഈ കഴിഞ്ഞ എക്സാമിന് ഒരുപാട് ആൾക്കാർ സ്കിപ്പ് ചെയ്തെന്ന് തോന്നുന്നു. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഞാനിത് വെറുതെ സ്കിപ്പ് ചെയ്തത്. നോക്കിക്കോ. A bought a bike for RSX and sold it to B at a profit of Y%. B then sold it to C at a loss of 20%. If B paid RS 7200 and C paid RSX minus 240 for the bike, then find the value of Y. ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്, 2 വേരിയബിൾ ഉണ്ട്. അപ്പോൾ ആ 2 വേരിയബിൾ കണ്ടപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യും, കണ്ണും പൂട്ടി അങ്ങ് മാർക്ക് ആൻഡ് റിവ്യൂ എടുത്തു, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു, അല്ലെങ്കിൽ നോക്കാനേ പോയില്ല, അവിടെ നിന്ന് ഇറങ്ങി ഓടി. അപ്പം അങ്ങനെ ചെയ്യരുതായിരുന്നു. നോക്കിക്കോ, ഇത് ബെസ്റ്റ് മെത്തേഡ് കാണിച്ചു തരാം. ഫസ്റ്റ് എ എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്തു, എക്സ് രൂപയ്ക്ക് ആ ബൈക്ക് ബോട്ട് ചെയ്തു. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ആൾ എ എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്തു, എക്സ് രൂപയ്ക്ക് ആ ഒരു ബൈക്ക് വാങ്ങിച്ചു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ആൾ എന്ത് ചെയ്തു, ആൻഡ് സോൾഡ് ഇറ്റ് ടു ബി അറ്റ് എ പ്രോഫിറ്റ് ഓഫ് Y%. ബിക്ക് എന്ത് ചെയ്തു, ഇയാൾ Y% പ്രോഫിറ്റിന് വിറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ ആ ഒരു പ്രോഫിറ്റും ഈ കാര്യങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എത്ര രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്, Y% പ്രോഫിറ്റിന് വിറ്റു. അപ്പൊ എത്രയോ രൂപയ്ക്ക് ബി വാങ്ങിച്ചു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ഈ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട്, അത് ബി വാങ്ങിച്ച പ്രൈസ് ആണ്. അതായത് ബിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ബിയുടെ കോസ്റ്റ് പ്രൈസ് ആണ്. പക്ഷേ എ ആ പൈസക്ക് വിറ്റതല്ലേ, അപ്പൊ എയുടെ സൈഡിൽ നോക്കുമ്പോൾ അതെന്താ, സെല്ലിംഗ് പ്രൈസാണ്. ഞാനത് കൂടുതൽ നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇത് സ്പെസിഫൈ ആയിട്ട് എഴുതി തരാത്തത്, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി ബി എന്ത് ചെയ്തു, സി എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് അത് വീണ്ടും മറിച്ച് വിറ്റു അല്ലേ, മറിച്ച് വിൽക്കാന്നല്ലേ പറഞ്ഞത്. സി എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്ത് ചെയ്തു, അത് വീണ്ടും വിറ്റു. അവിടെ എന്താ സംഭവിച്ചത്, ബി then sold it to C at a loss of 20%. അപ്പൊ ബി എന്ത് ചെയ്തു, ഇവിടെ എത്രയോ രൂപയ്ക്ക് വിറ്റ സാധനം എന്ത് ചെയ്തു, ഒരു 20% ലോസിന് വിറ്റു. എത്ര പെർസെന്റേജ് ലോസിനാ, 20% ലോസിന് വിറ്റു. ഇഫ് ബി പെയ്ഡ് RS 7200, കണ്ടോ ബി എത്ര രൂപയ്ക്ക് ആ സാധനം വാങ്ങിച്ചത്, നിങ്ങൾ പറഞ്ഞേ 7200 രൂപയ്ക്കാണ് ബി എന്ത് ചെയ്തത്, ആ ഒരു ബൈക്ക് എയിൽ നിന്നും വാങ്ങിച്ചത്. അപ്പൊ എ ആക്ച്വലി എന്താ 7200 രൂപയ്ക്ക് ബിക്ക് വിറ്റു എന്നും കൂടെ ഒരു അർത്ഥം ഉണ്ടല്ലോ. ഇനി നോക്കിക്കേ, ആൻഡ് സി പെയ്ഡ് RS X minus 240 ഫോർ ദ ബൈക്ക്. അപ്പൊ സി എത്ര രൂപയ്ക്കാ വാങ്ങിച്ചത്, X minus 240 രൂപയ്ക്കാണ് ആ ബൈക്ക് വാങ്ങിച്ചത്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് Y എന്നല്ലേ. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാൻ നമുക്ക് മനസ്സിലാവത്തില്ലേ, നോക്കിക്കോ. ഇവിടെ നോക്കിക്കേ, 7200 രൂപയ്ക്കാണ് ബി വാങ്ങിച്ചത് ആണല്ലോ. അവിടെ 20% എന്ത് ചെയ്തു, ലോസിന് വിറ്റു. അങ്ങനെയെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്ര ആയിരിക്കും, സെല്ലിംഗ് പ്രൈസ്, വിറ്റ രൂപ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി, ബാക്കി 80% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, അതല്ലേ മൾട്ടിപ്ലൈങ് ഫാക്ടർ. അപ്പൊ ബി എത്ര രൂപയ്ക്കാണ് വിറ്റത്, X minus 240 രൂപയ്ക്കാണ് വിറ്റത്. ഈ 2 0 കട്ട് ചെയ്ത് കളഞ്ഞൂടെ. അപ്പൊ എത്ര വരണം, 8 × 72 എത്ര, 16 ശിഷ്ട 1 8 56 57 5760 രൂപയുടെ വാല്യൂ ആണ് X minus 240 എങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ എത്ര കിട്ടി, 6000 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 6000 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ നോട്ട് ചെയ്തുകൂടെ, എക്സിന്റെ വാല്യൂ എത്ര കിട്ടിയത്, 6000 എന്ന് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ഇങ്കിന്റെ കളർ നമുക്കൊന്ന് മാറ്റാം.
അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഉള്ളായിരുന്ന കാര്യമല്ലേ, അതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 6000 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? 6000 രൂപയുടെ സാധനം അല്ലെങ്കിൽ ഒരു ബൈക്ക് 7200 രൂപയ്ക്ക് വിറ്റെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ? അവിടെ പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ, വൈ പെർസെൻറ്റേജിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1200 ഡിവൈഡഡ് ബൈ എത്ര വരണം? കോസ്റ്റ് പ്രൈസ് എത്ര? 6000 ഇൻറ്റു പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ 2 സീറോയും കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഒരു സീറോയും ഇവിടെ ഒരു സീറോയും ഉണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 20 എന്ന് കിട്ടും. ദാറ്റ് ഈസ് വൈയുടെ വാല്യൂ എത്ര? 20 അല്ലേ? കറക്റ്റ് അല്ലേ കിട്ടിയത്? 1200 ഡിവൈഡ് ബൈ 60 എത്ര വരണം? ഈ രണ്ട് സീറോ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഒരു സീറോ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, നമുക്ക് വൈ പെർസെൻറ്റേജിന്റെ വാല്യൂ എത്ര കിട്ടി? 20% എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ വൈയുടെ വാല്യൂ എത്ര ആയിരിക്കും? വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൈ. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. കണ്ടോ ഇതെങ്ങനെ അപ്രോച്ച് ചെയ്ത മെത്തേഡ് കണ്ടോ? അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾ നോട്ടാക്കുക, ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ടൊന്ന് 2 തവണ ഒന്ന് റിവിഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു എംബോസിഷൻ പോലെ എഴുതി നോക്കുക. 3ാമത്തെ തവണ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ആവും. ഒരിക്കലും കാണാതെ പഠിച്ചു വെക്കരുത്. എന്താണ് ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ വളരെ ഈസിയാണ്. ആകെ ചെയ്യേണ്ട ഒരു കാര്യം കാൽക്കുലേഷൻ സ്പീഡ് നല്ല ഇമ്പ്രൂവ് ആക്കുക. ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ ആൻസർ? 20 ആയിരിക്കും ആൻസർ അല്ലേ? ഒന്നുകൂടെ ചെക്ക് ചെയ്യണോ? 6000 മൈനസ് 7200 എത്ര കിട്ടി? 1200 കിട്ടി. അപ്പോൾ അത് പ്രോഫിറ്റ് ആണ്. ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് എത്ര? 6000 അല്ലേ? അപ്പോൾ നമുക്ക് ഈ രണ്ട് സീറോയും കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഒരു സീറോ ബാക്കിയുണ്ട്, ആ സീറോയും നമ്മുടെ 100ന്റെ ഒരു സീറോയും കട്ട് ചെയ്ത് കളയാം. ബാക്കി 120 ബൈ 6 അല്ലേ വരുന്നത്? 6നെ 12 കട്ട് ചെയ്ത് എത്ര ടൈംസ്? 2 ടൈംസ് അല്ലേ? അപ്പോൾ 2 × 0 20%. അപ്പോൾ 20 ആയിരിക്കും ആൻസർ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തൂടെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾ പറഞ്ഞേ? പാർട്ട്ണർഷിപ്പ് അല്ലേ? പാർട്ട്ണർഷിപ്പിൽ എഗെയിൻ ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാ? ഒരു വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എഗെയിൻ കണ്ടോ ഇത്രയും ടൈപ്പ് ഓഫ് ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു SBI ക്ലർക്ക് എന്ന് പറയുന്ന ഒരു ക്ലറിക്കൽ ലെവൽ എക്സാമിന് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് IBPS ക്ലർക്കിന് പോകുമ്പോഴും ഇതേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് അവിടെയും പ്രതീക്ഷിക്കാം. പക്ഷെ നമുക്ക് എന്താ അറ്റംപ്റ്റും വേണം, ആക്യുറസിയും വേണം, ഈ QAക്ക് നല്ല സ്കോറും വേണം, ഒരു 25+ സ്കോറും വേണം. അപ്പൊ നമുക്ക് എല്ലാം വേണം. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തുകൂടെ? നോക്കിക്കോ. മണി ആൻഡ് മണിക് entered into a business by investing Rs X plus 100 and Rs X plus 500. അപ്പൊ നമുക്ക് നോക്കാം. മണി എന്ന് പറയുന്ന ഒരു വ്യക്തി എത്ര രൂപ ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്തത്? X plus 100 രൂപയാണ് ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്തത്. അടുത്ത രണ്ടാമത്തെ ആളാരാ? മണിക്കല്ലേ? MANIK. മണിക്ക് എന്ന് പറഞ്ഞ വ്യക്തി X plus 500 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇനി നോക്കാം. ആഫ്റ്റർ 4 months മണി ലെഫ്റ്റ് ദ ബിസിനസ്. അതായത് 4 മാസം തുടങ്ങി, അതായത് അവരുടെ പാർട്ട്ണർഷിപ്പ്, അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 4 മാസം ആയപ്പോഴത്തേക്കും മണി അടുത്തു. മണിക്ക് വർക്ക് ചെയ്യാൻ വയ്യ. മണി എന്താ മറ്റേ 9 to 5 ആ ഒരു പേഴ്സണാ. മണിക്ക് 24/7 ചെയ്ത് ബിസിനസ് മാൻ ആവണമെന്നൊരു ആഗ്രഹം ഇല്ലാത്ത ഒരാളായതുകൊണ്ട് എന്ത് ചെയ്തു? 4 മാസം കൊണ്ടങ്ങ് നിർത്തിപ്പോയി. ഇനി എന്ത് ചെയ്തു? ആഫ്റ്റർ എ ഇയർ, അപ്പൊ ആഫ്റ്റർ ഒരു വർഷത്തിന് ശേഷം ദ റേഷ്യോ ഓഫ് ദി പ്രോഫിറ്റ് ഷെയർ ഓഫ് മണി ടു മണിക്ക് ഈസ് 3:13. മണിക്ക് പേര് കുറച്ചുകൂടെ ഒരു വെറൈറ്റി പീരീഡ് ആയിരുന്നു അല്ലേ? ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പൊ നമുക്ക് മനസ്സിലായി ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 12 മാസം. ഒരു വർഷം തന്നിട്ടില്ലേ? അപ്പൊ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസം അല്ലേ? മണി എന്ന് പറഞ്ഞത് ആകെ 4 മാസമേ വർക്ക് ചെയ്തുള്ളൂ. പക്ഷെ മണിക്ക് എത്ര ചെയ്തു? ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു. പുള്ളിക്കാരൻ ഒരു ബിസിനസ് മാൻ ആണ് കേട്ടോ. അപ്പൊ 12 മാസം വർക്ക് ചെയ്തു. അങ്ങനെയെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിന്റെ റേഷ്യോ നമുക്ക് കിട്ടിയില്ലേ? എത്ര തന്നിരിക്കുന്നത്? 3/13 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആകെ വെട്ടിക്കളയാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെയും നമുക്ക് വേണ്ടത് കാൽക്കുലേഷൻ സ്പീഡാണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് 4നെയും 12നെയും കട്ട് ചെയ്ത് എത്ര വരും? 3 ടൈംസ് എന്ന് വരത്തില്ലേ? അത് നമുക്ക് വേറെ വെട്ടിക്കളയാനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര വരും? നിങ്ങൾ പറഞ്ഞേ 13 കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? 13x പ്ലസ് 13 × 1000 എത്ര? 100 എത്ര? 1300 ഈസിക്കൽ ടു ഇവിടെ എത്ര ഉണ്ട്? ഒരു 3 ഉണ്ടേ. ഈ 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ആവും. 9ഉം x കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 9x വരും. ഇനി 9 × 5 എത്ര? 45. പിന്നെ ഒരു 2 0 അല്ലേ? അപ്പൊ എത്ര വരണം? 4500 എന്ന് വരും. ഈ 9xനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ 4x ആയി മാറും. ആൻഡ് ഈ 1300നെ ഇതിന്റെ കൂടെ മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 0 0. 5 ന്ന് 3 പോയാൽ 2, 3 ന്ന് 1 പോയാൽ 4 വരും. സോ തെറ്റിയോ? 4 ന്ന് 1 പോയാൽ 3 വരും. ഓക്കെ. എത്ര വരണം? 3 ന്ന് അല്ലല്ലോ, 5 ന്നല്ലല്ലോ. 4 ന്ന് 1 പോയാൽ എത്ര വരണം? 3 വരണം. സോ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി?
800 എന്ന് കിട്ടി അല്ലേ? 800 × 4 അല്ലേ 3200. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് അല്ലേ? ഏതാ 800? ഏതാ ഓപ്ഷൻ? ദാ ഈ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ വേരിയബിൾ ബേസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാര്യം എന്താ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്ക്, നമ്മൾ ഒരു അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻ നമ്മുടെ ഫ്രണ്ടിൽ സ്ക്രീനിൽ വന്നു. നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഞാൻ ആ സ്ട്രാറ്റജി വീഡിയോ ഇട്ടില്ലേ, തൊട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടില്ലേ, എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം. അതിൽ ഞാൻ പറഞ്ഞു, മൂന്നാമത്തെ സ്കാനിൽ നമ്മൾ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ സ്ക്രീനിൽ വന്നു, നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എന്തായാലും അരിത്തമെറ്റിക് ക്വസ്റ്റ്യന് വേണ്ടി സമയം അലോട്ട് ചെയ്തിട്ടുണ്ട്. അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 10 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും അത്യാവശ്യത്തിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യന്റെ പോക്ക് എങ്ങോട്ടാന്ന്. ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഐഡിയ അവന് കിട്ടും. ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുക. ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക്, ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാവും ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്, ചെയ്യാം. ഇങ്ങനെ വേണം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി വന്നിട്ടുള്ളതാണ്. അത് ഇനിയും റിപ്പീറ്റ് അടിച്ച് വരാം, വാല്യൂസ് മാറി വരാം. സോ പ്രാക്ടീസ് ചെയ്യുക. IBPS ക്ലർക്കിനും അതിൻ്റെ ഇനി ഒരുപാട് ഷിഫ്റ്റുകൾ ഉണ്ടല്ലേ, അവിടെ ഇത് പ്രതീക്ഷിക്കാം. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൈപ്പാൻ സിസ്റ്റമിൽ വന്നൊരു വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ല, പൈപ്പാൻ സിസ്റ്റമിൽ വന്നിട്ടുള്ള അത്യാവശ്യം എന്താ പറയുക ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് എഫിഷ്യൻസി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് പറഞ്ഞുതരാം. നോക്കിക്കോ. പൈപ്പ് എക്സ് ക്യാൻ ഫിൽ 40% ഓഫ് ദ ടാങ്ക് ഇൻ 18 മിനിറ്റ് ആൻഡ് ദ റേഷ്യോ ഓഫ് ദി എഫിഷ്യൻസി ഓഫ് എക്സ്, വൈ, ഇസഡ് ഈസ് 2:3:1 റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ എക്സ്, വൈ, ഇസഡ് ടുഗദർ ടു ഫിൽ 1/3 ഓഫ് ദ ടാങ്ക്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞു തരട്ടെ. ഇത് നമ്മുടെ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ. പൈപ്പ് എക്സ് ക്യാൻ ഫിൽ 40% ഓഫ് ദ ടാങ്ക് ഇൻ 18 മിനിറ്റ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 40% ഓഫ് ദ ടാങ്ക് ഫില്ല് ചെയ്യാൻ എത്ര മിനിറ്റ് എടുത്തെന്നാണ് പറഞ്ഞത്? 18 മിനിറ്റ് അല്ലേ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ 1% ഫില്ല് ചെയ്യാൻ എത്ര മിനിറ്റ് എടുക്കും? 18/40. നമുക്ക് കംപ്ലീറ്റ് ഫില്ല് ചെയ്യേണ്ട ടൈം അല്ലേ വേണ്ടത്? കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 100% ഫില്ല് ചെയ്യാൻ എത്ര വരണം? 18/40 ഇൻറ്റു എത്ര വരണം? ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 5 കൊണ്ട് കട്ട് ചെയ്ത് എത്ര ടൈംസാ? എത്ര? 20 കൊണ്ട് കട്ട് ചെയ്ത് എത്ര ടൈംസാ? 5 അല്ലേ? 20 കൊണ്ട് കട്ട് ചെയ്ത് എത്ര ടൈംസാ? 2 അല്ലേ? നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ ഇത്രയും ചെയ്ത് സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ഡയറക്റ്റ് എഴുതാം പറഞ്ഞു തരാം. നമുക്കറിയാം 40%, ഒരു മിനിറ്റ് ഞാൻ ഇതിൻ്റെ ഒരു കളർ ഒന്ന് മാറ്റിക്കോട്ടെ. നമുക്കറിയാം 40%ന്റെ ഫ്രാക്ഷൻ വാല്യൂ എത്ര? 2/5 അല്ലേ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എക്സിന് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ, അതായത് 40% ഫില്ല് ചെയ്യാൻ നമുക്കറിയാം 18 മിനിറ്റ് ആണ്. പക്ഷെ എക്സ് എന്ന് പറഞ്ഞ പൈപ്പിന് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 40% എടുത്തിരിക്കുന്ന ടൈം ഇൻറ്റു 40%ന്റെ ഫ്രാക്ഷൻ എത്ര? 2/5 അല്ലേ? അതിന്റെ നേരെ തിരിച്ചിടുക. എന്ന് വെച്ചാൽ എത്ര വരും? 5/2 ഇല്ലേ? ആ 5/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 9 വരത്തില്ലേ? അപ്പോൾ എത്ര വരണം? 45 മിനിറ്റ് എന്ന് വരത്തില്ലേ? ഇവിടെ അത് തന്നെയല്ലേ വന്നത്. അപ്പം നമ്മൾ ഇതാണ് ഇതിന്റെ ബേസിക് അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ട്രിക്ക്. നമ്മൾ ഇത്രയും സമയം നമ്മൾ ലാഭിക്കണം. അത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത തന്നിരിക്കുന്ന ഡേറ്റ എന്താ? 3 പൈപ്പ് ഉണ്ട്. ആ 3 പൈപ്പുകളുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ തന്നിട്ടുണ്ട്. X/Y/Z എഫിഷ്യൻസിയുടെ റേഷ്യോ നമുക്ക് തന്നിട്ടില്ല. എത്ര തന്നിരിക്കുന്നേ? 2:3:1 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതിൽ നിന്ന് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ കഴിഞ്ഞ 9 ക്ലാസ്സോളം ഞാൻ എടുത്തു. ആ 9 ക്ലാസ്സിലും ഒരുപാട് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നപ്പോഴും ഞാൻ പറഞ്ഞു എന്താ ചെയ്യേണ്ടത്? ഇവിടെ എക്സിന്റെ എഫിഷ്യൻസി എത്ര? 2 അല്ലേ? ഇവിടെ എക്സിന്റെ ഒരു 100% വർക്ക് കംപ്ലീറ്റ് എടുത്തിരിക്കുന്ന ടൈം എത്ര? 45 അല്ലേ? ആ ടൈം ഇൻറ്റു എക്സിന്റെ എഫിഷ്യൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? എത്ര വരും? 90 വർക്കാണ് ടോട്ടൽ വർക്ക്. അല്ലെങ്കിൽ ടോട്ടൽ വർക്കാണോ? ടോട്ടൽ വർക്ക് ഓർ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ, ഒരു പൈപ്പ് അല്ലേ? പൈപ്പ് ഒരു വെസൽ അല്ലെങ്കിൽ ഒരു ടാങ്കിനെ ഫില്ല് ചെയ്യാണ്. അപ്പൊ എന്താ അവിടെ ചെയ്യുന്നത്? ആ ടാങ്കിന്റെ ടോട്ടൽ കപ്പാസിറ്റി ഫില്ല് ചെയ്യല്ലേ? അപ്പൊ ടോട്ടൽ കപ്പാസിറ്റി അല്ലേ 90 എന്ന് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ പൈപ്പ് X, Y, Z ടുഗദർ ടു ഫിൽ 1/3 ഓഫ് ദ ടാങ്ക് അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ നമുക്കറിയാം 1/3 ഓഫ് ദി ടോട്ടൽ കപ്പാസിറ്റി നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞേ 90 ആണ് ടോട്ടൽ കപ്പാസിറ്റി. അതിന്റെ 1/3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 30 അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ 30 കപ്പാസിറ്റി ഫില്ല് ചെയ്യാൻ എത്ര സമയം എടുക്കും? ഇവര് 3 പേരും കൂടെ അല്ലേ? അപ്പൊ 3 പേരുടെ എഫിഷ്യൻസി ആഡ് ചെയ്യണ്ടേ? 2 + 3 + 1 അല്ലേ? അപ്പൊ എത്ര വരണം? 30 ഡിവൈഡഡ് ബൈ 3 × 2 5 1 6 എത്ര വരേണ്ടത്? 5 മിനിറ്റ് കൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്? 3 പേരും കൂടെ ഒന്നിച്ച് ഈ ടോട്ടൽ കപ്പാസിറ്റിയുടെ 1/3 ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഏതായിരിക്കും ആൻസർ? സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ
ഓപ്ഷൻ 5 മിനിറ്റ് എന്നുള്ള ആൻസർ ആയിരിക്കും, അത് ആ ഒരു ഓപ്ഷൻ ആയിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ ഡെപ്തിൽ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇനി ഈ ക്വസ്റ്റ്യൻസിൻ്റെ വാല്യൂ മാറ്റി അല്ലെങ്കിൽ ഈ 1/3 മാറ്റി ജസ്റ്റ് ഡയറക്റ്റ് എത്ര മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് ഇത് ചെയ്തെന്ന് കണ്ടുപിടിക്കാനും നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ്റെ വാല്യൂ മാറ്റി അടുത്ത ഒരു പാറ്റേൺ മാറ്റി തന്നാലും ചെയ്തൂടെ? അത് മാത്രമല്ല, ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ടൈം ആൻഡ് വർക്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതേ കൺസെപ്റ്റ് അല്ലേ ടൈം ആൻഡ് വർക്കിലും, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അവിടെ അപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡെപ്തിൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുക, വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ക്ലാസ് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് എടുത്തു തന്നത്, അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എടുത്തു തരുന്നത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക, ഇരു കൈകളും സ്വീകരിച്ചത് അക്സെപ്റ്റ് ചെയ്യുക, വർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മെൻസുറേഷനിലെ നമ്മുടെ 3D ഒരു ടൈപ്പ് ഓഫ് 3Dയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ക്യൂബോയിഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം എന്താ പറയുന്നത്, നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് സമയം എന്താ പറയുക, ഇതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ അറിയത്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഞാൻ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും ഇതുപോലെ ഓരോ മെൻസുറേഷൻ്റെ ഓരോരോ ഫിഗേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൺസെപ്റ്റും അതിൻ്റെ ഇക്വേഷൻസും പറഞ്ഞു പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഏതാ, നിങ്ങൾ പറഞ്ഞേ ക്യൂബോയിഡ് അല്ലേ? അപ്പോൾ ക്യൂബോയിഡ് ആയതുകൊണ്ട് ക്യൂബോയിഡിൻ്റെ കംപ്ലീറ്റ് കൺസെപ്റ്റ് ഞാൻ എന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് കൺസെപ്റ്റ് എഴുതാം. നോക്കിക്കോ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം ഇന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഈ ഒരു പാറ്റേൺ നമുക്ക് ഇനി അങ്ങോട്ടുള്ള എല്ലാ സീരീസിലും അരിത്തമെറ്റിക് സീരീസിലും കാണും. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്താ അതിൻ്റെ ഒരു പ്രോപ്പർ ക്ലാസ് കിട്ടിപ്പോകത്തില്ലേ? അപ്പോൾ നോക്കിക്കോ, ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്യൂബ് അറിയാമല്ലോ. ക്യൂബ് നമ്മൾ പണ്ട് വരയ്ക്കത്തില്ല, അതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്. പക്ഷേ ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ അതുപോലല്ല, എല്ലാ സൈഡും ഈക്വൽ അല്ല. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, നമ്മുടെ പെട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, മറ്റേ എന്താ പറയുന്നത്, നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ചില പെട്ടികൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ ഇരിക്കും. ഫിഗർ ഞാൻ വരയ്ക്കുന്നതിൽ വളരെ എന്താ പറയുന്നത് വീക്കല്ല. പക്ഷെ നോക്കിക്കോ, ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്യൂബിൻ്റെ കുറച്ചുകൂടെ ലെങ്ത് ആൻഡ് ഇതൊക്കെ കൂടിയൊരു ഐറ്റം, ഇത്രയേ ഉള്ളൂ കാര്യം. സുല്ലിട്ട് കേട്ടോ, ഞാൻ സുല്ലിട്ടു. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നോക്കാം. നോക്കിക്കോ, ഇതാണ് ക്യൂബോയിഡ്. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, ഇതാണ് അതിൻ്റെ ഫിഗർ തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ക്യൂബിനെ കുറച്ച് വലിച്ച് നീട്ടി അങ്ങ് വെച്ചാൽ മതി, കാര്യം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരുപാട് ഇക്വേഷൻസിൻ്റെ ആവശ്യമുണ്ട്. ഏതൊക്കെയാണ്? വോളിയം, ടോട്ടൽ സർഫസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ ആൻഡ് സ്പേസ് ഡയഗണൽ. അപ്പോൾ ഈ 4 ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് പ്രിലിംസിനും മെയിൻസിനും. കാര്യം ഈ ഇക്വേഷൻസ് അറിയാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ 3Dയുടെ നമുക്ക് എന്തുണ്ട്, DIസും ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ക്യൂബോയിഡിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ. ആദ്യം ക്യൂബോയിഡിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈറ്റിനെ നമ്മൾ H കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. നമ്മൾ ഇതാണ് ക്യൂബോയിഡിൻ്റെ ലെങ്ത് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ L എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അതിനടുത്ത ഈ ഒരു സൈഡാണ് അതിൻ്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ക്യൂബോയിഡിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ ആണല്ലോ? അപ്പം വോളിയം എന്താണ് പറഞ്ഞത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇത് നോട്ട് ചെയ്യണം. അടുത്തത് ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? എത്ര സർഫസ് ഉണ്ട് ഇതിന്? 6 എണ്ണം ഇല്ലേ? 6 ഈക്വൽ ആണോ? 6 ഈക്വൽ അല്ല. 6 ഈക്വൽ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇക്വേഷൻ മാറിയത്. 6 ഈക്വൽ ആയിരുന്നെങ്കിൽ നമുക്ക് ക്യൂബിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH. അതുപോലെ ലാറ്ററൽ സർഫസ് ഏരിയ എത്ര? 2H ഇൻറ്റു L പ്ലസ് B. സ്പേസ് ഡയഗണൽ. സ്പേസ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോർണർ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള അതിൻ്റെ നേരെ വെർട്ടിക്കലി ഡയഗണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള, വെർട്ടിക്കലി അല്ല ഡയഗണലി ഓപ്പോസിറ്റ് എന്ന് പറയാനല്ലേ, ഈ കോർണറിലേക്ക് വരയ്ക്കുന്ന ഒരു ഡയഗണൽ, അതാണ് നമ്മുടെ സ്പേസ് ഡയഗണൽ എന്ന് പറയുന്നത്. സോ ആ ഒരു ഡയഗണലിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ അതിനെ D കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്താൽ ആ ഡയഗണലിൻ്റെ ലെങ്തിൻ്റെ ഇക്വേഷൻ എന്താ? √L² പ്ലസ് L എന്താ? നമ്മുടെ ലെങ്ത് L² പ്ലസ് B എന്താ? ബ്രെഡ്ത്തിൻ്റെ സ്ക്വയർ പ്ലസ് H എന്താ? ഹൈറ്റിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഇക്വേഷൻസ് നമ്മുടെ ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത് SBI ക്ലർക്കിന്. സോ നമുക്ക് നോക്കാം, വായിച്ച് നോക്കാം. നോക്കിക്കോ, ദ റേഷ്യോ ഓഫ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ റേഷ്യോ ഓഫ് ലെങ്ത് ടു ബ്രെഡ്ത്ത് ഓഫ് ദ ക്യൂബോയിഡ് ഈസ് 3:2 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ ക്യൂബോയിഡ് ഈസ് 60% മോർ ദാൻ ഇറ്റ്സ് ഹൈറ്റ് ഇഫ് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബോയിഡ് ഈസ് 800 സെന്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയയുടെ എന്താ പറയുക 800 തന്നിട്ടില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഇക്വേഷൻ ഏതാ? ഈ ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ ആണ് വേണ്ടത്. നിങ്ങൾ പറഞ്ഞ എൻ്റെ കൂടെ എന്താ ഇക്വേഷൻ എന്താ? ലാറ്ററൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. സോ നമുക്ക് ഇത് ഇങ്ങോട്ട് നോട്ട് ചെയ്തുകൂടെ? അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 2 ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ബ്രാക്കറ്റിൽ എന്താ? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണല്ലോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അത്രയും ഡേറ്റാസ് നോക്കിക്കൂടെ? ഒരു ക്യൂബോയിഡിൻ്റെ ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്തിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്?
3:2 എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദ ബ്രെഡ്ത്ത് ഓഫ് ദ ക്യൂബോയിഡ് ഈസ് 60% മോർ ദാൻ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ നമുക്ക് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എല്ലാവർക്കും വേരിയബിൾ ആയിട്ടുള്ള ഒരു എക്സ് ഇട്ട് കൊടുക്കാം. സോ ബ്രെഡ്ത്ത് എത്ര ഇവിടെ 2x അല്ലേ. 2x എന്ന് പറഞ്ഞാൽ 60% മോർ ദാൻ ഇറ്റ്സ് ഹൈറ്റ് എന്നാ. അപ്പൊ ഹൈറ്റിനെ h കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ 60% ഫ്രാക്ഷൻ വാല്യൂ എത്ര 3/5 അല്ലേ. അപ്പൊ 60% മോർ ആകുമ്പോൾ ഫ്രാക്ഷൻ എന്തായി മാറും, 8/5 ആയി മാറിയില്ലേ. അപ്പൊ ഈ 2ഉം 8ഉം കൂടെ കട്ട് ചെയ്ത് എത്ര വരും, 4 വരത്തില്ലേ. സോ നമുക്ക് ഹൈറ്റിന്റെ വാല്യൂ എത്ര കിട്ടി, 5x/4 എന്ന് നമുക്ക് കിട്ടി. സോ നമുക്ക് കമ്പൈൻഡ് റേഷ്യോ എഴുതിക്കൂടെ, ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് ഈസ് ടു ഹൈറ്റിന്റെ റേഷ്യോ നമുക്ക് ഇവിടെ എത്ര കിട്ടി, എത്ര ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞേ. നമുക്ക് കിട്ടി 3x/2x/5x/4 അല്ലേ. അപ്പൊ നമ്മുടെ ഡിനോമിനേറ്ററിൽ ഈ ഒരു 4 ഉള്ളത് കൊണ്ട് ഞാൻ പറയത്തില്ലേ, എപ്പോഴും അങ്ങനെ ഒരു ഡിനോമിനേറ്ററിൽ ഒരു വാല്യൂ ഇടാതെ അതിനെ കംപ്ലീറ്റ് മാറ്റുക. സോ ഈ റേഷ്യോനെ മൊത്തം എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഈ റേഷ്യോനെ മൊത്തം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പം റേഷ്യോ എന്തായി മാറി നോക്കിക്കേ, 12x/8x/4ഉം 4ഉം കട്ട് ചെയ്താൽ ബാക്കി എത്ര ഉണ്ട്, 5x എന്ന് കിട്ടി. സോ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, നമുക്ക് നമ്മുടെ ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താ, 2 ഹൈറ്റിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, 5x ബ്രാക്കറ്റിൽ എന്താ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്ര 12x പ്ലസ് 8x എത്ര വരും, 20x എന്ന് വരത്തില്ലേ. 2x അല്ല 20x എന്ന് വരും. അപ്പൊ എത്ര വരേണ്ടത്, 20x ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 20x എന്ന് വരും. അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എത്ര തന്നിരിക്കുന്നത്, 800 സെന്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് ഇനി വെട്ടിക്കളയുന്ന കാര്യമല്ലേ ഉള്ളൂ. നോക്കിക്കേ, ഈ 20ഉം 2ഉം കൂടെ ചേർത്ത് 40 കിട്ടത്തില്ലേ. അപ്പൊ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എത്ര വരും, 40 × 2 എത്ര പറയേ, 80 കിട്ടത്തില്ലേ. ബാക്കി ഒരു 20 അല്ലേ ഉള്ളൂ. ഈ 5ഉം ഈ 20ഉം കൂടെ കട്ട് ചെയ്താൽ ബാക്കി എത്ര വരും, 4 വരത്തില്ലേ. അപ്പം ബാക്കി ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. അപ്പൊ എത്ര വരണം, x² വാല്യൂ 4 എന്ന് കിട്ടി. സോ നമുക്ക് എക്സിന്റെ വാല്യൂ എത്ര കിട്ടി, 2 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ക്യൂബോർഡ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി ഇക്വേഷൻ വോളിയം ഓഫ് ദ ക്യൂബോർഡിന്റെ ഇക്വേഷൻ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ റേഷ്യോയിൽ എന്തായിരിക്കും, 12x × 8x × 5xന്റെ വാല്യൂ എത്ര വരും, 12×8 96. അപ്പൊ ബാക്കി എത്ര, 96 × 5 എത്ര വരണം, 6×5 30 ഇഷ്ടം 3 9×5 45 3 48 വരത്തില്ലേ. അപ്പൊ 480 × x × x എത്ര വരണം, x³ വരണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും ചെയ്യുന്ന കാര്യം എക്സിന് 2 എന്നുള്ള ഒരു വാല്യൂ ഇട്ട് കൊടുക്കും, 960 കൊടുക്കും, അല്ലെങ്കിൽ x² എന്ന് എടുക്കും. പക്ഷെ x³ ആണ്. അപ്പൊ നമുക്കറിയാം എത്ര വാല്യൂ വരേണ്ടത്, 480 × x എത്ര 2 അല്ലേ. അപ്പൊ 2ന്റെ ക്യൂബ് എത്ര 8 അല്ലേ. അപ്പൊ എത്ര വരണം, 0 8 64 ശിഷ്ടം 4 6 വരും, 8 42 32 6 38 വരണം. അപ്പൊ ഏതാ 3840 എന്നുള്ള ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ക്യൂബോയിഡിന്റെ കംപ്ലീറ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഇക്വേഷൻസ് ഫോർമുലാസ് നമ്മൾ പഠിച്ചു. വോളിയത്തിന്റെ ഇക്വേഷൻ പറഞ്ഞേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി ടോട്ടൽ സർഫസ് ഏരിയയുടെ ഹൈറ്റ് ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്, ടോട്ടൽ സർഫസ് ഏരിയ 2 × LB + BH + HL അത് പഠിച്ചല്ലോ. ഇനി ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞേ, 2 × ഹൈറ്റ് ഇൻറ്റു എത്ര വരണം, L + B. ഇതല്ലേ ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. റിവിഷൻ ആണ്, എൻ്റെ കൂടെ പറയണം. അടുത്തത് സ്പേസ് ഡയഗണൽ. ഞാൻ എന്താ സ്പേസ് ഡയഗണൽ പറഞ്ഞില്ലേ, അതായത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു കോർണറിൽ നിന്നും അടുത്ത ഓപ്പോസിറ്റ് സൈഡിലുള്ള അതിന്റെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറിലേക്ക് വരയ്ക്കുന്ന ഡയഗണൽ. ആ ഡയഗണലിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, എൻ്റെ കൂടെ പറ, √ ലെങ്തിന്റെ സ്ക്വയർ പ്ലസ് L² പ്ലസ് B² പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ. സോ ആ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ നിങ്ങൾ അത് നോട്ടാക്കണം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ അടുത്ത ഒരു ഫിഗർ അല്ലെങ്കിൽ അടുത്ത ഒരു 3D ഫിഗറിന്റെ ക്വസ്റ്റ്യനും പ്ലസ് അതിന്റെ ഇക്വേഷൻസും കൺസെപ്റ്റും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. The difference between the simple interest and compound interest for 2 years is embedded at the rate of 20% per annum and the principal is x. If x is invested at simple interest rate of 10% per annum for 2 years, find the interest earned. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും ഒരു മിക്സ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ 2 വർഷത്തേക്കുള്ള ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇൻട്രസ്റ്റ് എത്ര കിട്ടി, സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടി, അത് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ എവിടെ വന്ന ക്വസ്റ്റ്യനാണ്, നമ്മുടെ SBI ക്ലർക്കിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു ടൈപ്പ് വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് SBI ക്ലർക്കിന്. പക്ഷേ
നമുക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരുപാട് മെത്തേഡ് ഉണ്ട്. അത് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരട്ടെ, നമുക്ക് ചെയ്യാം. നോക്കിക്കോ, നമുക്ക് എല്ലാവർക്കും അറിയാം ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്തായിരിക്കും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സിന്റെ ഇക്വേഷൻ എന്താ? പ്രിൻസിപ്പിൾ ഇൻറ്റു ആർ ബൈ റേറ്റ് അല്ലേ, ആർ ബൈ 100 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അറിയാത്ത ഒരാൾ എന്ത് ചെയ്യും? പെട്ടുപോകും. അവൻ എന്ത് ചെയ്യും? ഇതിനെ എന്ത് ചെയ്യും? ഇവനെ അങ്ങ് കളയും. ഈ ക്വസ്റ്റിനെ കാണുമ്പോഴേ അവിടെ നിന്ന് ഇറങ്ങി ഓടും. അപ്പോൾ ഇതെല്ലാവരും നോട്ട് ചെയ്യുക. എന്ത് ചെയ്യുക? ബോക്സ് വരച്ച് നിങ്ങളുടെ നോട്ടിൽ നല്ല ഒരു വേറൊരു കളറിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും 2 വർഷത്തെ എന്താ പറഞ്ഞ ഡിഫറൻസ് വന്നിട്ടുണ്ട്. എത്ര? 80 അല്ലേ? അപ്പം 80 ഈസിക്കൽ ടു പ്രിൻസിപ്പിൾ നമുക്ക് എത്ര വന്നിരിക്കുന്നത്? ഒരു വേരിയബിൾ എക്സ് ആണ് തന്നിരിക്കുന്നത്. സോ ആ എക്സ് ഇൻറ്റു നമുക്ക് റേറ്റ് ഇവിടെ എത്ര വന്നിരിക്കുന്നത്? പറഞ്ഞേ, 20 അല്ലേ? 20 ഡിവൈഡഡ് ബൈ 100 ദ ഹോൾ സ്ക്വയർ അല്ലേ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ആകെ വെട്ടിക്കളയേണ്ട കാര്യമല്ലേ ഉള്ളൂ. 20യും 100ഉം കട്ട് ചെയ്യുമ്പോൾ എത്ര? ഒരു 5 വരത്തില്ലേ? അപ്പോൾ നമുക്കറിയാം 80ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പിൾ ആയിട്ടുള്ള എക്സ് ഇൻറ്റു 1/5 ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ അതും കൂടെ ഞാൻ നോട്ട് ചെയ്ത് തരാം. ഇത്രയും കാര്യങ്ങളാണ് എഴുതി തരുന്നത്. അപ്പോൾ എത്ര വരും? എക്സ് ഇൻറ്റു 1/25 എന്ന് വരും. അപ്പോൾ ഈ 25നെ 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? നമുക്കറിയാം 4 × 25 എത്ര? 100 ആണ്. അപ്പോൾ അതിന്റെ ഇരട്ടി എത്ര? 200 അല്ലേ? അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 2000 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ കിട്ടി. എത്ര കിട്ടി? പ്രിൻസിപ്പിൾ രണ്ടാമത് കിട്ടി. ഇനി എന്താ ചെയ്തത്? ഇഫ് RSX is invested at a simple interest rate of 10% per annum for 2 years. Find the interest അല്ലേ? അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം പ്രിൻസിപ്പിൾ ഇവിടെ എത്ര കിട്ടിയിരിക്കുന്നത്? 2000 RS അല്ലേ? ഇവിടെ ടൈം എത്ര കിട്ടിയിരിക്കുന്നത്? 2 വർഷത്തേക്കല്ലേ? റേറ്റ് എത്ര? 10% per annum ആണ്. അങ്ങനെയെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എത്ര ആയിരിക്കും? 2 × 10 എത്ര? 20% അല്ലേ? അങ്ങനെയെങ്കിൽ 2 വർഷത്തെ ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടിയെന്ന് കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി? ആ പ്രിൻസിപ്പിൾ എത്ര? നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്ര? 2000 അല്ലേ? ആ 2000ന്റെ 20% കാൽക്കുലേറ്റ് ചെയ്താൽ പോരേടെ? വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 2000ന്റെ 20% എത്ര? ഈ 2 സീറോയും കട്ട് ചെയ്ത് കളഞ്ഞ് എത്ര വരും? 400 രൂപയാണ് അയാൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ആ ഒരു 2000 രൂപ സെക്കൻഡ് ഫേസിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്തു? സിമ്പിൾ ഇൻട്രസ്റ്റിൽ 2 ഇയേഴ്സിൽ 10% ആനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഏതാ ആൻസർ? ഓപ്ഷൻ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. അപ്പം നമുക്കിത് വേണമെങ്കിൽ ആൻസർ എന്നും കൂടെ കൊടുക്കാം മാർക്ക് ചെയ്യാൻ വേണ്ടി. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എത്രയാണ് കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ നമ്മുടെ 4ാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ വെച്ചും ചെയ്യാം. എങ്ങനെയാ? അതും കൂടെ വേണമെങ്കിൽ കാണിച്ചു തരട്ടെ. നോക്കിക്കോ, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താ? PRT ബൈ 100 അല്ലേ? അപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾ എത്ര? 2000 അല്ലേ? റേറ്റ് എത്ര? 10 ആണല്ലോ. 2 വർഷത്തേക്കല്ലേ? ഡിവൈഡ് ബൈ 100 ആണല്ലോ. ഈ സീറോയും കട്ട് ചെയ്ത് കളയും. അവിടെ നമുക്ക് കിട്ടുന്ന എത്ര ആയിരിക്കും? 400 തന്നെ ആയിരിക്കും. സോ രണ്ടിന്റെ ആൻസർ സെയിമാ. 2 ആൻസറും സെയിം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്കിവിടെ ഇക്വേഷൻ ഒക്കെ എഴുതി സമയം കളയണം അല്ലേ? സമയം അത്രയും വേസ്റ്റ് ആവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു കൺസെപ്റ്റ്, അതായത് 1 വർഷത്തേക്കുള്ള നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് റേറ്റ് പെർസെൻറ്റേജ്? അതിന്റെ ബേസിക് എന്താ? 1 വർഷത്തെ റേറ്റ് ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ ഇൻറ്റു 100 അല്ലേ? നമുക്കിവിടെ എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കല്ലേ? അപ്പോൾ അത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടത്തില്ലേ? അപ്പോൾ പ്രിൻസിപ്പളിന്റെ ആ ഒരു 2 വർഷത്തെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 20% ആണ് ആ 2 വർഷത്തെ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു ഇക്വേഷനും വേണ്ട, പെന്നും പേപ്പറും പോലും വേണ്ട, ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് തന്നെ എങ്ങനെയാ? പെന്നും പേപ്പറും ഉപയോഗിച്ചോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെയൊക്കെ ട്രിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എൻ്റെ കൂടെ ഈ ഒരു ജേർണി ത്രൂ ഔട്ട് കൂടെ ഉണ്ടായാൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നാളെ തന്നെ ഡെഫിനറ്റ് ആയിട്ട് വരും. കാര്യം 27-ാം തീയതി ഒരു എക്സാം കൂടി ഇല്ലേ? അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആരും മിസ്സാക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ പാറ്റേൺ 27-ാം തീയതിയും പ്രതീക്ഷിക്കാം. അപ്പോൾ ആരും സ്ട്രെസ്ഡ് ആവണ്ട. അതാണ് ഏറ്റവും എനിക്ക് പറയാനുള്ളൊരു കാര്യം. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പോവുക. നിങ്ങൾ പ്രിപ്പറേഷനിൽ ഒരു വ്യത്യാസവും വരുത്തണ്ട. കഴിഞ്ഞ ഷിഫ്റ്റുകൾ സ്ട്രെസ് കൊടുത്ത് അതിലെന്താ സംഭവിച്ചത്, എന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളുടെ കയ്യിൽ സമയമുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നാളെ തീർച്ചയായിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്ഷൻ നമ്മുടെ കയ്യിൽ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ചെയ്ത് തന്നിരിക്കും, അത് പഠിപ്പിച്ചിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ കാര്യത്തിൽ ആർക്കും ഡൗട്ടൊന്നും വേണ്ട. നല്ലപോലെ പഠിക്കുക.
മോക്ക് ഇനിയും 3 വെച്ചും 4 ഒക്കെ ഡെയിലി എഴുതിക്കോ. 27-ാം തീയതി എക്സാം ഉള്ള ആൾക്കാർ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. IBPS ക്ലർക്കിന്റെ അഡ്മിറ്റ് കാർഡ് ഇന്ന് തന്നെ നിങ്ങൾ നോക്കാനുള്ള ആൾക്കാർ ഇന്ന് തന്നെ കമ്പൽസറി ആയിട്ട് ചെക്ക് ചെയ്യുക. അതിന്റെ ഡേറ്റ് അതുപോലെ തന്നെ ഷിഫ്റ്റ് ഏത് ദിവസമാണ് ഏത് ടൈമിലാണ് എക്സാം അത് കമന്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് സെക്കൻഡ് പാർട്ടിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.